Sonidos secos, somos por plateas personati. ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒരു ചോദ്യത്തോടെ തുടങ്ങാം. എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിവിടുന്നത്? അനുഭവിക്കാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന യേശു ഒരു ആഴത്തിലുള്ള ദുഃഖത്തിലാണ്. വ്യക്തിപരമായും അനുരാഗത്തോടെ, ആന്തരികമായി തളർന്ന നിലയിൽ. അദ്ദേഹത്തിന് വിനാശകരമായ വാർത്തകൾ ലഭിച്ചതേയുള്ളൂ. യോഹന്നാൻ സ്നാപകൻ മരിച്ചു. ആകസ്മികമായി സംഭവിച്ചതല്ല, പ്രായത്തിനനുസരിച്ചല്ല, എന്നാൽ കൊല്ലപ്പെട്ടു. ശിരഛേദം ചെയ്തു. സത്യത്തിനു വേണ്ടി. എന്നാൽ യേശു എന്തു ചെയ്തു? അദ്ദേഹം പിന്മാറുന്നു. പ്രാർത്ഥിക്കാൻ, വിലപിക്കാൻ, ദുഃഖിക്കാൻ വേണ്ടി. പക്ഷേ ജനക്കൂട്ടം, അവർ അവനെ പോകാൻ അനുവദിക്കില്ല. അവർ പിന്തുടരുന്നു, ആശയോടെയും ക്ഷുഭിതരായും പ്രതീക്ഷയോടെയും. ഒരു നിമിഷം നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും വളരെ ക്ഷീണിതയോ ആയിരിച്ചിട്ടുണ്ട്, ശാരീരികമായി, മാനസികമായി, ആത്മികമായി. അപ്പോൾ തന്നെ ആരെങ്കിലും ഒരു നിർബന്ധമോ ആവശ്യമോ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് യേശുവിന്റെ അവസ്ഥ. അവൻ ജനങ്ങളെ നോക്കുന്നു. സുവിശേഷം പറയുന്നു, അവൻ അവരെ കാണുകയും അനുകമ്പ തോന്നുകയും ചെയ്തു. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ശക്തമാണ്, സ്പ്ലാക്നിസോമൈ. വെറും സഹതാപം എന്നല്ല അതിനർത്ഥം. അതിനർത്ഥം ഹൃദയഭേദകമായ സ്നേഹം എന്നാണ്. വയറ്റിൽ ഒരു വിറയൽ, വേദനിപ്പിക്കുന്ന ഒരു പ്രണയം, പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രണയം. ഈ വാക്ക്, ഇത് അപൂർവമാണ്. ഇത് യേശുവിനും പിതാവിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കുഷ്ഠരോഗിയെ കാണുമ്പോൾ, അവൻ നയനിലെ വിധവയെ കണ്ടുമുട്ടുമ്പോൾ, ധൂർത്തപുത്രനെ ആലിംഗനം ചെയ്യാൻ പിതാവ് ഓടുമ്പോൾ. ദൈവം അകലെ നിന്ന് സ്നേഹിക്കുന്നില്ല, ദൈവം ഉള്ളിൽ സ്നേഹിക്കുന്നു. അനുഭവിക്കുക. നമുക്ക് സത്യസന്ധത പുലർത്താം. നമ്മൾ പലപ്പോഴും ആളുകളെ തടസ്സങ്ങളായി കാണുന്നു. പ്രത്യേകിച്ചും നമ്മൾ ക്ഷീണിതരാകുമ്പോഴോ സമ്മർദ്ദത്തിലാകുമ്പോഴോ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ. നമ്മൾ പിന്നീട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിലും മോശമായി, മറ്റാരെങ്കിലും ഇത് കൈകാര്യം ചെയ്യട്ടെ. എന്നാൽ അനുകമ്പ സൗകര്യത്തെക്കുറിച്ചല്ല, അത് പ്രതിബദ്ധതയെക്കുറിച്ചാണ്. പ്രേമാനന്ദൻ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു ഉയർന്ന ജാതിക്കാരനായ ഹിന്ദു. അദ്ദേഹം ഒരിക്കൽ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു. ഒരു മിഷണറി അസ്വസ്ഥനോ തിരക്കിലോ കാണപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർ ഒരിക്കലും തിരിച്ചെത്തിയില്ല. എന്നാൽ ക്ഷമയും താഴ്മയും നിറഞ്ഞ ആതിഥ്യമര്യാദയും കണ്ടപ്പോൾ അവർ മറ്റുള്ളവരുമായി തിരിച്ചുവന്നു. ഞാൻ 2 ജീവിതകഥകൾ പങ്കുവയ്ക്കട്ടെ. 2 ഇന്ത്യൻ വനിതകൾ, 2 പേരും ക്രിസ്ത്യാനികളാണ്. തടസ്സം ഉണ്ടായിരുന്നു. 2 പേരും ദിവ്യകാരുണ്യ പ്രവർത്തകർ. ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ ലൂസി കുര്യൻ. അവർ പൂനെയിൽ മഹേർ ആരംഭിച്ച് നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു വീട്. ജാതിവ്യവസ്ഥയില്ല, മതമില്ല. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പഞ്ചവത്സര പദ്ധതിയിൽ നിന്നല്ല അവർ ആരംഭിച്ചത്. അവൾ അനുകമ്പയോടെ തുടങ്ങി. പിന്നെ ദയാബായിയായി മധ്യപ്രദേശിലെ ഗോത്രവർഗക്കാർക്കിടയിൽ താമസിക്കാൻ അവർ മടം വിട്ടു. അവർ ഒരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചില്ല, അവർ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. അവർ ഉപവസിക്കുമ്പോൾ അവൾ ഉപവസിച്ചു. അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ പ്രതിഷേധിച്ചു. അവൾക്ക് അകലെ നിന്ന് പ്രണയം തോന്നിയില്ല, അവൾ വളരെ അടുത്ത് സ്നേഹിച്ചു. ഈ സ്ത്രീകൾ തികഞ്ഞ നിമിഷത്തിനായി കാത്തിരുന്നില്ല, മതിയാകുന്നതുവരെ അവർ കാത്തുനിന്നില്ല. അവർക്ക് കിട്ടിയത് അവർ നൽകി. സുവിശേഷ താളിലേക്ക് മടങ്ങുക. ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തേക്ക് വരുന്നു. ജനങ്ങൾ പട്ടിണിയിലാണ്. സമയം വൈകിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവരെ പറഞ്ഞേക്കുക എന്നു പറഞ്ഞു. യേശു അവരെ നോക്കി, നിങ്ങൾ അവർക്കു ഭക്ഷണം കൊടുക്കുവിൻ എന്നു പറഞ്ഞു. അവർ പ്രതിഷേധിക്കുന്നു, ഞങ്ങൾക്ക് 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. എന്നാൽ യേശു അത് സ്വീകരിക്കുന്നു. കാരണം അത് മതി. പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം അവൻ ചെയ്യുന്നു. അവൻ എടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, പിളർക്കുന്നു, നൽകുന്നു. പരിചിതമായ ശബ്ദമാണോ? അതാണ് വിശുദ്ധ കുർബാന. യാഗപീഠത്തിൽ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധ കുർബാന മാത്രമല്ല, നമ്മുടെ ജീവിത വിശുദ്ധ കുർബാനയും. അവൻ നമ്മെ എടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, പിളർക്കുന്നു, ലോകത്തിന് നൽകുകയും ചെയ്യുന്നു. ഇന്ന് നാം ഓർക്കുന്ന ഒരു വിശുദ്ധൻ സെന്റ് ജോൺ മെരി വിയാനി, അർസ് നഗരത്തിലെ ക്യൂറെ. അദ്ദേഹം മിടുക്കനായിരുന്നില്ല. സെമിനാരിയിൽ അദ്ദേഹം കഷ്ടപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് സഭയ്ക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തീപിടിച്ച ഒരു ഹൃദയമുണ്ടായിരുന്നു.
കുമ്പസാരത്തിൽ അദ്ദേഹം ഒരു ദിവസം 16 മണിക്കൂർ വരെ ചെലവഴിച്ചു. കേൾക്കുന്നു, രോഗശാന്തി നൽകുന്നു, ആത്മാക്കൾക്ക് ഭക്ഷണം നൽകുന്നു. യേശുവിനെപ്പോലെ അദ്ദേഹം അധികത്തിൽ നിന്ന് നൽകിയില്ല, അദ്ദേഹം സമർപ്പണത്തിൽ നിന്ന് നൽകി. നമ്മുടെ കാലത്തുതന്നെ മറ്റൊരു സാക്ഷി സ്റ്റാൻ സ്വാമി. പ്രായമായ, ദുർബലമായ ഒരു ജെസ്യൂട്ട്. അദ്ദേഹം ആദിവാസി പാവപ്പെട്ടവർക്കൊപ്പം നിന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു വ്യാജമായി പ്രതിചേർക്കപ്പെട്ടു. വിചാരണ കൂടാതെ കസ്റ്റഡിയിലിരിക്കെ അദ്ദേഹം മരിച്ചു. എന്നാൽ സ്നേഹം ഇല്ലാതെ അല്ല. അവൻ എടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, പിളർക്കുന്നു ചെയ്തു. സഹോദരന്മാരെ, നാം ജീവിക്കുന്ന രാജ്യത്തിൽ ജാതി ഇപ്പോഴും വാതിലുകൾ അടയ്ക്കുന്നു, വർഗം ഇപ്പോഴും അനുവാദങ്ങൾ നിശ്ചയിക്കുന്നു, ബ്യൂറോക്രസി ഇപ്പോഴും തകർന്നു പോയവരെ തടയുന്നു. പക്ഷേ ഇന്ന് യേശു പറയുന്നു, നിങ്ങളാണ് അവരെ ഭക്ഷിപ്പിക്കേണ്ടത്. പരിപൂർണതയ്ക്കായി കാത്തിരിക്കരുത്. അനുവാദത്തിനായി കാത്തിരിക്കരുത്. തടസ്സമില്ലാത്തവരായിരിക്കുക. പരിപാടികൾക്ക് മാത്രമല്ല, ജനങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്തുക. അന്വേഷകരെ സ്വാഗതം ചെയ്യുക. അവർ മറ്റൊരു വിശ്വാസത്തിൽ നിന്നോ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നോ വന്നവരാണെങ്കിൽ പോലും. നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ എന്റെ പക്കൽ അധികമില്ല. നിങ്ങളുടെ സമയം പരിമിതമായിരിക്കാം. നിങ്ങളുടെ കഴിവുകൾ ചെറുതായി തോന്നുന്നു. നിങ്ങളുടെ ശക്തി ദുർബലമാണെന്ന് തോന്നുന്നു. എന്നിട്ടും അത് നൽകുക. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് 100 പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക. യേശു ഒരിക്കലും അധികം ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കുള്ളത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ പോലും അവൻ ഇപ്പോഴും നിങ്ങളിലൂടെ എടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, തകർക്കുന്നു, നൽകുന്നു. യേശു ആരോഗ്യം നൽകി. അതു ലളിതമായതുകൊണ്ടല്ല. അവൻ ജനങ്ങളെ അധികത്തിൽ നിന്ന് ഭക്ഷിപ്പിച്ചില്ല, അദ്ദേഹം സമർപ്പണത്തിൽ നിന്ന് ഭക്ഷിപ്പിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മുടെ 5 അപ്പങ്ങൾ നൽകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശു, നീ ദുഃഖത്തിൽ ആയിരുന്നപ്പോഴും നീ കരുണയെ തെരഞ്ഞെടുത്തു. തീർച്ചയായും നീ ക്ഷീണിതനായിരുന്നപ്പോഴും നീ ജനത്തെ സ്വാഗതം ചെയ്തു. ഞങ്ങളെ നിനക്ക് സമാനരാക്കി മാറ്റുക, സൗമ്യരും ദയാലുവും സമർപ്പിതരും. നമുക്ക് ഉള്ളതൊക്കെയും എത്രമാത്രം കുറഞ്ഞതായാലും നിനക്കായി അർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കൂ. നീ അതിനെ അനുഗ്രഹിക്കട്ടെ, പൊട്ടിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആശയോടെ വരുന്നവരെ ഞങ്ങൾ ഒരിക്കലും തിരിച്ച് അയക്കരുത്. ജോൺ മെരി വിയാനിയെപ്പോലെ നാം പവിത്രത വഴി സാന്ത്വനം നൽകട്ടെ, സേവനത്തിലൂടെ സ്നേഹം പങ്കിടട്ടെ. ആമേൻ. तो आइए प्रार्थना करें। प्रभु येसु, जब तू शोक में था तब भी तूने करुणा को चुना। जब तू थका हुआ था तब भी तूने भीड़ का स्वागत किया। हमें भी तेरे जैसा बना दे, सुलभ, उदार, दयालु। हमें सिखा, जो थोड़ा हमारे पास है उसे तुझमें सौंपें, ताकि तू उसे आशीर्वाद दे, तोड़े और बढ़ा दे। जो आशा खोजने आए उन्हें हम कभी न लौटाएं। और जैसे संत जॉन वियानी ने किया, हम भी चंगाई लाए पवित्रता से और प्रेम बाटे सेवा से। आमीन।